നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ഗ്രീറ്റിക്കൽ ടെക്കിൻ്റെ എക്സിറ്റ് പോൾ ആൻഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ രാത്രി നമ്മുടെ എക്സിറ്റ് പോൾ വന്നു. എക്സിറ്റ് പോളിന് മുമ്പേ കുറച്ച് കാലങ്ങളായി നമ്മുടെ മാർക്കറ്റിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുകയായിരുന്നു. കാരണം പ്രത്യേകിച്ച് ഈ എഫ് ഐ എസ് കുറച്ച് നല്ല ഹെവി ആയിട്ട് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 മാസമായിട്ട് അവരുടെ സെല്ലിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കൂടുതലായിരുന്നു. അതിന് എൻ്റെ ഒരു കണക്കൂട്ടിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈനീസ് മാർക്കറ്റിന് ഒരു ലോവർ ലെവൽ നിൽക്കുന്നത് അവർ കുറേ റിഫോർമേഷനൊക്കെ കൊണ്ടുവന്നത് അതൊരു പോസിറ്റീവാണ്. അതുകൂടാതെ മൗറീഷ്യസ് വഴിയും സിംഗപ്പൂർ വഴിയും വന്ന കുറേ ഫണ്ട്സിന് FPIസിൻ്റെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് FPIസിന് നമ്മുടെ ഗവൺമെൻറ് ഒരു ടാക്സ് ഏർപ്പെടുത്തി. കാരണം അവർ ടാക്സ് ഇവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുവഴി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു ടാക്സ് ഏർപ്പെടുത്തി. അതും എൻ്റെ ഒരു കണക്കൂട്ടൽ വെച്ച്, എൻ്റെ ഒരു ഇത്രയും വർഷം എക്സ്പീരിയൻസ് വെച്ച് ഈ ഒരു സിവിയർ സെല്ലിങ് അതിന് ഒരു കാരണമാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് കുറേ FPIസിൻ്റെ കുറേ സെല്ലിങ് നടന്നിട്ടുണ്ട്. അത് പൊതുവേ നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റിൽ സെല്ലിങ് നടക്കുകയും DIS അതിന് തത്തുല്യമായ രീതിയിൽ അവർ നല്ലൊരു ബൈ നടത്തി അതിനെ സപ്പോർട്ട് ചെയ്ത് മാർക്കറ്റിനെ പിടിച്ചു നിർത്തുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ മാർക്കറ്റിൽ ആ FPIസിൻ്റെ ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു ടാക്സ്, അതായത് മൗറീഷ്യസ് വഴിയുള്ള മിക്കവാറും മൗറീഷ്യസ് വരുന്ന ഫണ്ട്സൊക്കെ ടാക്സ് ട്രീറ്റി പ്രകാരം വരുന്ന ഫണ്ടാണ്. അപ്പോൾ പ്രോഫിറ്റിന് ടാക്സ് കൊടുക്കേണ്ട. അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഗവൺമെൻറ് എന്ത് ചെയ്തു? ടാക്സ് ഇമ്പോസ് ചെയ്തു. അപ്പോൾ അതൊക്കെ കാരണമാണ് ഇവർ ഈ എക്സിറ്റ് സെല്ല് ചെയ്ത് പോയതാണ് ഒരു മേജർ റീസൺ എൻ്റെ ഒരു കണക്കൂട്ടൽ. പ്ലസ് ഈ എക്സിറ്റ് പോളിന് മുമ്പേ ഒരു ഒപ്പീനിയൻ പോൾ എന്ന് പറഞ്ഞ് പല സർവേസ് നടന്നായിരുന്നു. ഈ ഒപ്പീനിയൻ പോൾ എന്ന് പറഞ്ഞ് എക്സിറ്റ് പോൾ നമ്മൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഒപ്പീനിയൻ പോൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആർക്ക് വേണോ പൈസ കൊടുത്ത് ഒരു ഏജൻസിയെ ഏർപ്പെടുത്തി ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കാം. ആർക്ക് ഫേവറബിളായിട്ട് ആ പർട്ടിക്കുലർ ആൾക്ക് ഫേവറബിളായ രീതിയിൽ ഒപ്പീനിയൻ പോൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ കുറേ ഒപ്പീനിയൻ പോൾ വന്ന സമയത്ത് ആ ഒപ്പീനിയൻ പോളിലെല്ലാം നെഗറ്റീവായിട്ട് വന്നത് NDA തിരിച്ച് വീണ്ടും അധികാരത്തിൽ വരില്ല എന്നും അങ്ങനെ കുറേ ഒരു ഒപ്പീനിയൻ പോൾസ് മാർക്കറ്റിലേക്ക് വന്നായിരുന്നു. അപ്പോൾ എക്സിറ്റ് പോൾ നമ്മുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ അത് ഒരു സർവേ ചെയ്യുന്ന ഒരു കമ്പനി, ഒരു പർട്ടിക്കുലർ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ എക്സിറ്റ് പോൾ അവരൊരിക്കലും പൈസ കൊണ്ടുള്ള കാര്യങ്ങളല്ല. കാരണം എക്സിറ്റ് പോൾ ആർക്കും പൈസ കൊടുത്ത് പ്രയോജനം കിട്ടില്ല. സോ എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു പർട്ടിക്കുലർ നടത്തുന്ന ഏതാണ് സി വോട്ടർ അല്ലെങ്കിൽ ആക്സിസ് ഇന്ത്യ അല്ലെങ്കിൽ ടുഡേയ്സ് ചാനൽ, അങ്ങനെ ഇവർക്കെല്ലാം അവരുടെ ക്രെഡിബിലിറ്റി, അതായത് അവരുടെ എക്സിറ്റ് പോളിൽ ആക്യുറസി ഓൾമോസ്റ്റ് ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി അവർ ക്ലിയർ ആയിട്ടുള്ള റിപ്പോർട്ട്സ് മാത്രമേ എടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് എക്സിറ്റ് പോൾ പലപ്പോഴും നമുക്ക് ഈ ഒപ്പീനിയൻ പോൾ പോലെ വരാത്തത്. സോ ഈ ഒപ്പീനിയൻ പോൾ ഉള്ളത് കൊണ്ട് നമ്മുടെ മാർക്കറ്റിൽ കുറേ സിവിയർ ആയിട്ടുള്ള നെഗറ്റീവ് ന്യൂസ് ഉണ്ടായിരിക്കുകയും നമ്മളെ മാർക്കറ്റ് പെർഫോം ചെയ്യാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കേസിൽ ഞാൻ നിഫ്റ്റിയിൽ നല്ലൊരു പോസിറ്റീവ്നെസ് പ്രതീക്ഷിക്കുന്നത്, നിഫ്റ്റിയുടെ PE വന്ന് 21.40 ആണ്. അത് വളരെ ലോവസ്റ്റ് ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ ഹയർ PE നമ്മൾ ഓവർ ബോട്ടിലല്ല, അത് മാർക്കറ്റിന് മുമ്പേയുള്ള പ്രീ മാർക്കറ്റ് റാലി എന്ന് പറഞ്ഞ റാലിയിൽ നമ്മൾ ഓവർ ബോട്ട് സ്ട്രക്ചറിലല്ല PE നിൽക്കുന്നത്. അത് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായ ന്യൂസാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എനിക്കുള്ളത് കൊണ്ടാണ് മാത്രമാണ് ഞാൻ പറയുന്നത് മാർക്കറ്റ് കുറച്ചും കൂടെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എൻ്റെ 20 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ഇടയിൽ പ്രോപ്പ് ഡെസ്കിൽ വർക്ക് ചെയ്തതും പല HNI ഡെസ്കിലും വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അത് വേണമെങ്കിൽ തെറ്റാം. ചിലപ്പോൾ മാർക്കറ്റ് ഓരോ വർഷം കഴിയുന്നതോറും മാർക്കറ്റ് പുതിയ രീതിയിലേക്ക് വരുന്നതുകൊണ്ട് എല്ലായ്പ്പോഴും കറക്റ്റാവണമെന്നില്ല. എന്നിരുന്നാൽ കൂടി എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് മാർക്കറ്റിൽ സെൽ ഓഫ് വന്നത് FPIസിൻ്റെ ഒരു റീസണാണ് മെജോറിറ്റി. സെക്കൻഡറി കാരണം ഈ ഒരു അൺസർട്ടനിറ്റി ഒപ്പീനിയൻ പോൾ പ്രകാരം ക്രിയേറ്റ് ചെയ്ത അൺസർട്ടനിറ്റി ഒരു ക്യാവോസ് മാർക്കറ്റിലുണ്ടായിരുന്നു. ആ ഒരു ക്യാവോസ് കാരണവും മാർക്കറ്റ് ഒരു വീക്ക്നെസ്സിലേക്ക് പോയി. അതെല്ലാം മാറിക്കൊണ്ടൊരു എക്സിറ്റ് പോൾ ഇന്നലെ രാത്രി വന്നിട്ടുണ്ട്. അപ്പോൾ എക്സിറ്റ് പോൾ വന്ന സ്ഥിതിക്ക് എല്ലാ എക്സിറ്റ് പോളിലും ഏതോ ഒരു എക്സിറ്റ് പോൾ മാത്രമാണ് 292 ഭാഗത്തൊക്കെ കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടി ബാക്കി എല്ലാ ആൾക്കാരും കാണിച്ചിരിക്കുന്നത് 330+ ആണ്. അതായത് 330, 350+ ഒക്കെയാണ് പല ഒപ്പീനിയൻ പോൾസിലും ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന NDA, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു NDA മുന്നണിക്ക് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം നമ്മുടെ എക്സിറ്റ് പോളിന് ശേഷം നമ്മളെ മാർക്കറ്റ് എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനാദ്യം നമ്മൾ എന്ത് ചെയ്യണം? 2019 എക്സിറ്റ് പോളിന് ശേഷം വന്ന മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റും ഇപ്പം ഞാൻ അത് വെച്ചുള്ളൊരു മാർക്കറ്റ് മൂവ്മെൻറ്റ് പറയാം. ഞാനിപ്പോൾ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചാണ് ഈ മൂവ്മെൻറ്റ്സ് ഒക്കെ പറയുന്നത്. മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചൊരു മൂവ്മെൻറ്റ് പറയുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം ഒന്നുണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഈ മാർക്കറ്റ് പ്രൊഫൈൽ POCയെ കാട്ടിയും കൂടുതൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബാൻഡ്സ് വെച്ച് പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ, ട്രേഡിംഗ് എക്സ്പീരിയൻസിൽ അത് കുറച്ചും കൂടെ നല്ലതായ രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ പ്രൊഫൈലിൽ മാർക്കറ്റ് പ്രൊഫൈൽ ലെവൽസിലാണ് പറയുന്നത്. പകരം
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബാൻഡിൻ്റെ പ്രൊജക്ഷൻ വെച്ചായിരിക്കും ഞാൻ ഈ വീക്കിൻ്റെയും നാളത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കടക്കാമല്ലോ, നമുക്ക് ഈ വ്യൂവിലേക്ക് പോകാം. അപ്പം നമ്മളിപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് 2019 നമ്മുടെ എക്സിറ്റ് പോളിൻ്റെ സമയത്തുള്ള മാർക്കറ്റാണ്. ഇപ്പോൾ എക്സിറ്റ് പോളിൻ്റെ തലേ ദിവസം ഇതേപോലെയായിരുന്നു മാർക്കറ്റ് എന്താണ് ഈ മാർക്കറ്റ് വന്നത്. അപ്പം നിങ്ങൾക്കറിയായിരിക്കും മറ്റല്ലോ. ഓക്കെ, ആ എക്സിറ്റ് പോൾ പ്രകാരം മാർക്കറ്റ് വന്ന സമയത്ത് നിങ്ങൾക്കറിയാൻ 2019 സമയത്ത് നമ്മുടെ മാർക്കറ്റിൽ ഏകദേശം പറയുകയാണെങ്കിൽ നല്ലൊരു വെള്ളിയാഴ്ച ഏകദേശം പറയുകയാണെങ്കിൽ 1.31% നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. വെള്ളിയാഴ്ച 1.31 എന്ന് പറയുമ്പം ഏകദേശം 11,000 ആ ലെവലിൽ അടുപ്പിച്ചായിരുന്നു നമ്മുടെ മാർക്കറ്റ് നിന്നിരുന്നത്. അപ്പോൾ ഈ ദിവസം നിങ്ങൾക്ക് ഓർത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതാണ് നമ്മുടെ വെള്ളിയാഴ്ച വരാൻ പോകുന്ന ദിവസം. 2019 മെയ് മാസത്തിൽ നമ്മുടെ വന്ന മാർക്കറ്റാണ്. ഈ മാർക്കറ്റ് പ്രകാരം ഈ മാർക്കറ്റ് അന്ന് തലേ ദിവസം വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത് 11,407 വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. അതായത് 150 പോയിൻ്റ് അപ്പിൽ 1.33% മാർക്കറ്റ് ക്ലോസ് ചെയ്തു. പിറ്റേതൊന്ന് ഫേവറബിളായ രീതിക്ക് വന്ന എക്സിറ്റ് പോൾ ആയതുകൊണ്ട് അന്ന് പക്ഷേ കുറച്ച് വളരെ ഫേവറബിൾ അല്ല, ഇന്ത്യക്ക് വളരെയധികം ഒരു ആവറേജ് ഒരു 300-310 കിട്ടുമെന്ന പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു പല ഇതും വന്നത്. ആ ദിവസത്തിൽ നമ്മൾ പിറ്റേ ദിവസം 2.3 അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 11,650. അപ്പം 407 ക്ലോസ് ചെയ്ത് 250 പോയിൻറ്റോളം മോളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തത് വന്ന് ഏകദേശം പറയുകയാണെങ്കിൽ 11,828 ഭാഗത്ത് ക്ലോസ് ചെയ്തു. അത് 845 വരെ ഹൈ പോയിട്ട് 828 ഭാഗത്ത് ക്ലോസ് ചെയ്തു. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പം അതായത് നമ്മൾ മാർക്കറ്റ് എത്രയാണ് 11,845 മൈനസ് 11,407 എന്ന് പറയുമ്പോൾ ഏകദേശം 438 പോയിൻറ്റ് ഹൈ വന്നു. ഡിവൈഡ് ബൈ 11,407 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ 3.83% നിഫ്റ്റി അപ്പ് വന്നു. ഓപ്പണിൽ നിന്ന് നിഫ്റ്റി അപ്പ് പോയി. പക്ഷേ അന്നത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അന്നത്തെ എക്സിറ്റ് പോൾ സമയത്ത് മാർക്കറ്റിൽ BJP മുന്നണിക്ക് വളരെയധികം നെഗറ്റീവായ കുറേ ന്യൂസുകളുണ്ടായിരുന്നു. അതായത് നിങ്ങൾ നോട്ട് നിരോധനം കാരണവും പിന്നെ പല ഇന്റേണൽ പൊളിറ്റിക്സും പല കാരണങ്ങളെ കൊണ്ട് ഇവർ രണ്ടാമതും വരില്ല എന്നുണ്ടായിരുന്നു. അതുകൂടാതെ എക്സിറ്റ് പോളിൽ പല എക്സിറ്റ് പോളും ആവറേജ് പറഞ്ഞത് 290 ആ റേഞ്ച് 330 അകത്തായിരുന്നു പറഞ്ഞത്. ഇന്നത്തെ എക്സിറ്റ് പോൾ പോലെ അല്ല അന്ന് പറഞ്ഞത്, അതിനെക്കാട്ടിയും കുറവായ രീതിയിലാണ് മാർക്കറ്റ് പറഞ്ഞത്. എന്നിരുന്നാൽ കൂടെ NDA മുന്നണിക്ക് സെക്കൻഡ് ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ രീതിയിലായിരുന്നു ആ എക്സിറ്റ് പോൾ വന്നത്. ആ ഒരു പ്രയോജനം കൊണ്ട് മാർക്കറ്റ് എന്ത് പറ്റി, എക്സിറ്റ് പോളിൽ അന്ന് ഏകദേശം 3.83% മുകളിലൊക്കെ അപ്പായിട്ട് ട്രേഡ് നടന്നിട്ടുണ്ട്. എന്നിട്ട് 3.16% അപ്പിൽ ക്ലോസ് ചെയ്തു. പിറ്റേ ദിവസങ്ങൾ അവ മൈനസ് ആയിരുന്നു, 1% മൈനസ് ആയിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം 0.25 മൈനസ് ആയിരുന്നു. നാലാമത്തെ ദിവസമായിരുന്നു നമ്മുടെ എക്സാക്ട് റിസൾട്ട് വ്യാഴാഴ്ചയായിരുന്നു. അന്ന് ഹൈ 12,041 പോയി ലോ 11,614 വന്നതിന് ശേഷം നല്ല ഫ്ലക്ച്വേഷൻ വന്നതിന് ശേഷം എക്സാക്ട്ലി പറയുകയാണെങ്കിൽ അന്ന് എക്സിറ്റ് പോളിന് 822 ക്ലോസ് ചെയ്ത മാർക്കറ്റ് അന്ന് നമ്മുടെ അസൽ റിസൾട്ട് വന്ന ദിവസം 11,657 എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ 150 പോയിൻറ്റ് മൈനസിലാണ് ക്ലോസ് ചെയ്തത്. തലേദിവസം ക്ലോസ് ചെയ്യുമ്പോൾ നോക്കുകയാണെങ്കിൽ കൂടെ നല്ലൊരു രീതിയിൽ മൈനസിലാണ് നമ്മൾ ക്ലോസ് ചെയ്തത്. എന്നതിന് ശേഷം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ 11,658 ഏകദേശം 12,103 വരെ പോയി. ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 3.5% വീണ്ടും കയറിപ്പോയി. അങ്ങനെ നോക്കുകയാണെങ്കിൽ കൂടെ 11 നമ്മളെ എക്സിറ്റ് പോളിന് വന്ന 11,407 മൈനസ് 12,103 എന്ന് പറയുമ്പം ഡിവൈഡ് ബൈ ഇൻറ്റു 100 നമ്മൾ ഏകദേശം പറയുകയാണെങ്കിൽ 6% അപ്പായിരുന്നു. ആ ഒരു റാലി ഇലക്ഷൻ്റെ ശേഷം വന്ന റിസൾട്ടിന് ശേഷം വന്ന ഒരു റാലി, അതായത് എക്സിറ്റ് പോളിന് മുമ്പേ ഉള്ള ക്ലോസിംഗ് വെച്ച് ആ റാലി വരെ മാർക്കറ്റ് വന്നത് ഏകദേശം 6%. ഞാൻ അത്രയ്ക്ക് രീതിയിലേക്കുള്ള മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ നമുക്ക് ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ അനാലിസിസ് വെച്ച് നോക്കാം. നമുക്ക് ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രകാരം ഒരു നമ്മുടെ കറണ്ട് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് 22,500 എത്രയാണ് 22,530 എന്ന ഭാഗത്താണ് സ്പോട്ട് ക്ലോസ് ചെയ്യുക. അത് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 42 പോയിൻറ്റ് പ്ലസ്സിലാണ് നമ്മൾ സ്പോട്ട്. ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് സ്പോട്ട് മാർക്കറ്റാണ്, ഫ്യൂച്ചർ അല്ല. ഫ്യൂച്ചർ മാർക്കറ്റിൻ്റെ അനാലിസിസ് നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് നോക്കാം. അപ്പോൾ സ്പോട്ടിൽ ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ സ്പോട്ട് ഫ്ലാറ്റാണ്, അന്നത്തെ പോലെ 1.13% അല്ല. ഏകദേശം പറയുകയാണെങ്കിൽ നിഫ്റ്റി ഫ്ലാറ്റായിട്ടാണ് ക്ലോസ് ചെയ്യിക്കണം. അപ്പോൾ 2.29% എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റിൻ്റെ ആ ഒരു ലെവൽ ഞാൻ മാർക്കറ്റ് പ്രൊഫൈൽ വെച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് പോകാമല്ലോ നിഫ്റ്റിയുടെ. അപ്പോൾ നമ്മുടെ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട് പ്രകാരം നമ്മളിപ്പോൾ ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 22,690 700 600 600 ഭാഗത്താണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്.
സോ ഇതിൻ്റെ റേറ്റ് പ്രകാരം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ VWAP വന്നേക്കണേ 22,691. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചാണ് ഞാൻ ഇത്തവണ ഈ ഒരു മാർക്കറ്റ് പ്രൊഫൈലിനെ ഈ ഒരു എക്സിറ്റ് പോളിനെ അനലൈസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം മാർക്കറ്റ് പ്രൊഫൈലിൽ വെച്ച് നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബാൻസിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് വരുന്നത് നമ്മുടെ ഇതേപോലുള്ള അൺസർട്ടൻ ഒരു ബിഗ്ഗസ്റ്റ് മൂല ദിവസം. അപ്പോൾ നമ്മൾ 691 മുകളിൽ മാർക്കറ്റ് നിൽക്കുന്നിടത്തോളം കാലം നിഫ്റ്റി എവിടം വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്? 22,983 എന്ന് പറഞ്ഞാൽ 1 SD മൂവ് വരെ വരാനുള്ള ചാൻസ് കൂടുതൽ. അതായത് നമ്മളെ സംബന്ധിച്ച് 22,983 മൈനസ് 22,695 എന്ന് പറയുമ്പോൾ ഏകദേശം 288 പോയിൻറ്റ് നമുക്ക് എത്ര വരാം ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 1.26% മൂവ് ബെയറിൽ മിനിമം നമുക്ക് കിട്ടാം. ഒരു ചാൻസ്. സെക്കൻഡറി ചാൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു 2.5% അല്ലെങ്കിൽ നമുക്കൊരു 3.3 എന്ന് പറയുമ്പം അതായത് നമുക്ക് 22,695 ഇൻറ്റു 3.83 ഡിവൈഡഡ് ബൈ 100 എന്ന് പറയുമ്പം പ്ലസ് 22,695 എന്ന് പറയുമ്പോൾ നമുക്ക് സെക്കൻഡറി ലെവൽ എന്ന് പറഞ്ഞാൽ 22,983 മോള് നിൽക്കുകയാണെങ്കിൽ 23,564. അതാണ് നമ്മളെ സെക്കൻഡറി ബാൻഡ് നിൽക്കുന്നത് 23,276. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് നമ്മുടെ നാളത്തെ മാർക്കറ്റിൽ ഫസ്റ്റ് നമുക്ക് അപ്പർ സെക്യൂരിറ്റിയിലായി ഒരു മൂവ്മെൻറ്റ് വരുമ്പോൾ 22,983 എന്തായാലും നമുക്ക് നാളെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി താഴോട്ടുള്ള മൂവ്മെൻറ്റ് ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ എക്സിറ്റ് പോൾ പിടിച്ചില്ല, മാർക്കറ്റ് താഴേക്ക് അടിക്കാം. ഞാൻ ഇപ്പോൾ മാർക്കറ്റിന് നാളെ തന്നെ കയറണമെന്ന് നിർബന്ധമില്ലല്ലോ. ഇനി അടിക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ 22,399 എന്ന് പറഞ്ഞാൽ 1 SD ബാൻഡ് ആയിരിക്കും ഫസ്റ്റ് സപ്പോർട്ട് വരുന്ന ലെവൽ. അപ്പം നമുക്ക് നോക്കുമ്പോൾ SD ബാൻഡ് പ്രകാരം 22,691 മുകളിൽ ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 22,983 എന്ന് പറഞ്ഞാൽ ആ ലെവലും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ സെക്കൻഡറി ലെവലായ SD ബാൻഡിൻ്റെ 23,276 വരാം. ഓക്കെ, ഇതാണ് നമുക്ക് അപ്പർ സിനാരിയോ. അപ്പോൾ എത്രയാണ് പറഞ്ഞത്? 22,983 അതിന് മുകളിൽ 23,276. ഇനി താഴോട്ട് അടിക്കണം. നാളെ എക്സിറ്റ് പോൾ പറയണം മാർക്കറ്റ് അങ്ങനെയല്ല, എക്സിറ്റ് പോൾ ഉൾട്ട അടിച്ചു വെച്ചോ. മാർക്കറ്റ് താഴോട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 22,399 അതിന് താഴെ വരികയാണെങ്കിൽ 22,107 വരാം. ഇപ്പോൾ ഇതാണ് എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് നമ്മുടെ മാർക്കറ്റ് ഒരു മിനിമം മാർക്കറ്റ് എന്ന് പറയുകയാണെങ്കിൽ 22,400 22,983 എന്ന് പറഞ്ഞ ആ ലെവലും അതിനെക്കാട്ടി കുറച്ചും കൂടെ അപ്പറായിട്ട് പോവുകയാണെങ്കിൽ 22,107 23,276 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ. അപ്പോൾ അപ്പർ ലെവലിലേക്ക് നമുക്ക് ഏതൊക്കെ ചാൻസ് ഉണ്ട്? 22,983 ചാൻസ് ഉണ്ട്. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 23,276 ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മൾ നിഫ്റ്റിയുടെ ലെവൽ. ഓക്കെ, ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ പ്രകാരം നമ്മുടെ ബീസ്റ്റ് ചേർക്കാൻ ഏതുവരെ പോകാം? ബാങ്ക് നിഫ്റ്റി എന്നാൽ നമ്മളെ VWAP നിൽക്കുന്ന 49,171 ആണ്. ഈ 49,171 മുകളിൽ നിൽക്കുന്ന സമയത്തോളം ഫസ്റ്റ് എന്ന് പറഞ്ഞ ലെവൽ 49,756 എന്ന് പറഞ്ഞാൽ ഇത് SD ബാൻഡാണ്. ഈ ഒരു ലെവൽ 49,756 അതിന് മുകളിൽ നല്ല വൃത്തി മൂവ്മെൻറ്റ് നിഫ്റ്റി മൂവ് ചെയ്യുന്നപ്പോൾ നിഫ്റ്റി 22,983 കട്ട് ചെയ്യുന്നത് പോലെ ഇവനും 49,756 കട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരു സെക്കൻഡറി ലെവൽ എന്ന് പറഞ്ഞാൽ 50,342. ഇതാണ് എൻ്റെ ഒരു അപ്പർ ലെവൽ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം 49,756 മുകളിൽ 54,342 വരെ ബാങ്ക് നിഫ്റ്റിക്ക് ചാൻസ്. ഇനി താഴോട്ട് മാർക്കറ്റ് അടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉൾട്ട അടിക്കാനുള്ള ചാൻസ് ഒന്നും ഇല്ലാന്ന് പറയാൻ പറ്റില്ല, കാരണം മാർക്കറ്റാണ് നമ്മുടെ കയ്യിലൊന്നുമല്ല മാർക്കറ്റ് നിൽക്കുന്നത്. സോ ഉൾട്ട അടിക്കുകയാണെങ്കിൽ താഴോട്ട് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ 48,585 അതിന് താഴെ സെക്കൻഡറി എന്ന് പറഞ്ഞ ലെവലാണെങ്കിൽ 48,799 അതായത് 48,000 വരാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് അപ്പർ ലെവൽ നിഫ്റ്റിക്ക് ഏതൊക്കെയാണ്? 22,983 23,276. ബാങ്ക് നിഫ്റ്റിക്കാണെങ്കിൽ 49,756 50,342. ഇനി ഡൗൺവേർഡ് ലെവലാണെങ്കിൽ നിഫ്റ്റിക്ക് 22,399 22,107. ബാങ്ക് നിഫ്റ്റിക്കാണെങ്കിൽ 48,585 48,000. ഇതായിരിക്കും നമ്മുടെ നാളത്തെ ഒരു എക്സ്ട്രീം ലെവൽസ്. അപ്പോൾ നിങ്ങൾ ഇത് കൃത്യമായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾ ആ ലെവൽ പ്രകാരം നിങ്ങൾ ട്രേഡ് ചെയ്യുക. കുറച്ച് ലോട്ട്സൊക്കെ വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യുക. അപ്പോൾ ട്രേഡ് ചെയ്യുമ്പം അറിയാലോ ഒരു നിങ്ങൾ കൃത്യമായൊരു ഗൈഡൻസ് കൂടി ട്രേഡ് ചെയ്യുക. അപ്പം വാരി വലിച്ച് ട്രേഡ് ചെയ്ത് പണി വാങ്ങിച്ചു പിടിക്കല്ല. അപ്പോൾ ഇത്രയും ലെവൽ നിങ്ങൾ ഓർത്ത് വെച്ച് വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് നാളെ നമുക്ക് മാർക്കറ്റിൽ കാണാം. അപ്പോൾ നമ്മുടെ ടെലിഗ്രാമിൽ ലിങ്ക് ഇതിൽ കൊടുക്കുന്നുണ്ട്. നാളെ മറ്റന്നാൾ അതിനെ മറ്റന്നാൾ നിങ്ങൾക്ക് നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ചാർട്ട്സ് ലൈവ് റൂമിൽ വന്നിരുന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നത്. നിങ്ങൾ സ്വന്തം വിഷ്ണുമുത്തൻ. ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതാണ് ഞങ്ങളുടെ സപ്പോർട്ട്. ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ തരുക. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഞങ്ങൾ തരുന്നതാണ്. എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ഹാപ്പി സൺഡേ.